വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനുള്ള ധനസഹായ തുക സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 14 ലക്ഷം രൂപയായാണ് സഹായത്തുക ഉയർത്തിയിരിക്കുന്നത്. സിനിമാ നയത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. നാളെയും മന്ത്രിസഭാ യോഗം ചേരും. TS ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ കുടുംബത്തിന് ലഭിക്കുന്ന ധനസഹായത്തെ ചൊല്ലി പലതരത്തിലുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു. അത് കിട്ടുന്നതിനെ പറ്റിയും കിട്ടുന്ന കാലതാമസവും കിട്ടുന്ന തുകയെ പറ്റിയൊക്കെ അതിനിടയിലാണ് ഇങ്ങനൊരു തീരുമാനം ഉണ്ടാകുന്നത്. എങ്ങനെയാണത്? ഒപ്പം തന്നെ മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിരിക്കുന്ന നിർണായക തീരുമാനങ്ങൾ മറ്റെന്തെല്ലാമാണ്? ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നാണിത്. നിലവിൽ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ ആ കുടുംബത്തിന് ലഭിക്കുന്ന ധനസഹായം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. ഈ 10 ലക്ഷം രൂപയാണ് 14 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗം എടുത്തിട്ടുണ്ട്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അടുത്തിടെ എടുത്തിരിക്കുന്ന ഒരു വലിയ തീരുമാനമാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ധനസഹായ തുക ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഇത് കഴിഞ്ഞ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടുക്കി ജില്ലയിലെ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ പട്ടയങ്ങളിൽ പതിപ്പിച്ചു നൽകിയ സ്ഥലങ്ങളിൽ ഈ വീടും അല്ലെങ്കിൽ കൃഷി ആവശ്യത്തിനും വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള നിയമം. പക്ഷേ അത് മാറ്റിക്കൊണ്ട് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ നടത്താമെന്നുള്ള ഒരു തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനമാണ്. അതുകൂടാതെ സിനിമാ നയത്തിന് അംഗീകാരം നൽകി. ഇത് മാത്രമല്ല, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നയം എന്താണ് അത് നാളെ സുപ്രീം കോടതിയിൽ അറിയിക്കേണ്ടതാണ്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. നാളെ രാവിലെ 7 മണിക്ക് മന്ത്രിസഭാ യോഗം വീണ്ടും ചേരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ ഇത് സുപ്രീം കോടതിയിൽ അറിയിക്കേണ്ട ഒരു ദിവസമായതിനാൽ അങ്ങനെ ഒരു തീരുമാനം ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നാളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ വരാനിരുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ പ്രവൃത്തി ദിനങ്ങൾ, സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനങ്ങൾ 5 ദിവസമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ അത് ഫയൽ മുഖ്യമന്ത്രി മടക്കി എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. അതായത് അതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ നേരത്തെ കഴിഞ്ഞു. സർക്കാർ ഭാഗത്തുനിന്ന് തിരക്കിട്ട കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. പക്ഷെ അതിൽ എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം ആ ഫയൽ മുഖ്യമന്ത്രി മടക്കിയത്. എന്തായാലും നാളെ രാവിലെ 7 മണിക്ക് വീണ്ടും മന്ത്രിസഭാ യോഗം ചേരും.